കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായ വിയറ്റ്നാം യാത്രകളെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബി. എന്നാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ ഈ വർഷത്തെ രണ്ടാം വിയറ്റ്നാം സന്ദർശനമാണിത്. പിന്നാലെയാണ് കടുത്ത വിമർശനവും പരിഹാസവും നടത്തി ബി എത്തിയിട്ടുള്ളത്. അതേസമയം രാഹുൽ വിയറ്റ്നാം സന്ദർശിക്കുന്നതിന്റെ കാരണത്തെക്കുറിച്ച് ബി എം പി രവിശങ്കർ പ്രസാദാണ് പത്രസമ്മേളനത്തിൽ സംശയം പ്രകടിപ്പിച്ചത്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് തന്നെ വിശദീകരിക്കണമെന്ന് രവിശങ്കർ പ്രസാദ് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. പുതുവത്സര ആഘോഷത്തിനിടെ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയതിനു ശേഷം ഹോളി സമയത്തും അദ്ദേഹം അവിടേക്ക് പോയെന്ന് കേട്ടുവെന്നും അദ്ദേഹം തന്റെ മണ്ഡലത്തെക്കാൾ കൂടുതൽ സമയം വിയറ്റ്നാമിലാണ് ചിലവഴിക്കുന്നത്. വിയറ്റ്നാമിനോടുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ ഇഷ്ടം അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതുണ്ട് എന്നുമാണ് രവിശങ്കർ പ്രസാദ് പറയുന്നത്. കൂടാതെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ അനുശോചിച്ച് രാജ്യത്ത് 7 ദിവസത്തെ ദേശീയ ദുഃഖാചരണം ആഹ്വാനം ചെയ്ത വേളയിലും രാഹുൽ സമാനമായി വിയറ്റ്നാമിലേക്ക് യാത്ര ചെയ്തിരുന്നു. ഇതിന് മാസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ വീണ്ടും വിയറ്റ്നാമിലേക്ക് പോയത്. അന്നത്തെ രാഹുലിന്റെ യാത്ര വിവാദത്തിന് കാരണമായിരുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണം രാഹുൽ തന്റെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചുവെന്നും രാജ്യം അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖിക്കുമ്പോൾ പുതുവത്സരം ആഘോഷിക്കാൻ വിയറ്റ്നാമിലേക്ക് പറന്നുയർന്നുവെന്നും ബി ആരോപിച്ചിരുന്നു. ഇത് വീണ്ടും ഉന്നയിക്കുകയാണ് ബി ഇപ്പോൾ. എന്നാൽ കോൺഗ്രസ് ഈ ആരോപണങ്ങൾ നിഷേധിച്ചുവെങ്കിലും കേന്ദ്രം പ്രഖ്യാപിച്ച 7 ദിവസത്തെ ദുഃഖാചരണ വേളയിൽ രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മൗനം പാലിക്കുകയായിരുന്നു അവർ കൂടുതൽ സമയവും. രാഹുലും വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്താൻ തയ്യാറായിരുന്നില്ല. എങ്കിലും ആ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം സന്ദർശനത്തെ ന്യായീകരിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുമായ ഹരീഷ് റാവത്ത് രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യത്തിന്റെ സാമ്പത്തിക മാതൃക പഠിക്കുന്നതിനാണ് അവിടെ സന്ദർശിക്കുന്നതെന്നായിരുന്നു ഹരീഷ് റാവത്ത് പറഞ്ഞത്.